ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് പ്രശസ്തമായൊരു പുണ്യഭൂമിയിലാണ്. നമ്മുടെ നവോത്ഥാന നായകനായ ശ്രീനാരായണ ഗുരു വന്ന് പ്രതിഷ്ഠ നടത്തിയ അരുവിപ്പുറത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ തന്നെ നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. കൊടികുത്തി മല എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് പോവാം. ഇതാണ് ഇവിടുത്തെ പ്രധാന കവാടം. ഈ പടിക്കെട്ടുകൾ കയറി വേണം നമുക്ക് മുകളിലേക്ക് എത്താൻ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. ഏകദേശം ഇവിടെ 100-400ഓളം പടികളുണ്ടെന്നാണ് അന്വേഷിച്ചപ്പോൾ അറിയാനായിട്ട് കഴിഞ്ഞത്. അപ്പോൾ കുറച്ച് ദൂരമുണ്ട് നമുക്ക് നടക്കാനായിട്ട്. കയറി വരുമ്പോൾ തളർച്ച തോന്നുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ കോൺക്രീറ്റ് ബ്ലോക്കുകളുണ്ട് വാട്ടർ അതോറിറ്റിയുടെ, അവിടെ നമുക്ക് വിശ്രമിക്കാം. അല്പനേരത്തെ വിശ്രമത്തിന് ശേഷം വീണ്ടും യാത്ര തുടരുകയാണ്. അങ്ങനെ കുറേ പടിക്കെട്ടുകൾ കയറിയതിന് ശേഷം കുറച്ച് നിരന്നൊരു സ്ഥലത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനി ഈ വഴിയാണ് നമുക്ക് പോകേണ്ടത്. കുറച്ച് നിരന്ന പ്ലേസിലേക്ക് എത്തിയ സമയത്ത് കുറച്ച് ആശ്വാസം ഉണ്ടായിരുന്നു. ഇനി പടിക്കെട്ടൊന്നും ഇല്ല എന്ന്. പക്ഷേ കുറച്ച് നേരം വന്ന് നോക്കിയപ്പോഴാണ് കാണാൻ സാധിക്കുന്നത് പിന്നെ ഇങ്ങനെ കിടക്കുകയാണ് പടിക്കെട്ടുകൾ. അപ്പോൾ നമ്മൾ കയറി പോകുന്ന വഴി വളരെയധികം പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. കാരണം ചുറ്റും രണ്ട് സൈഡിലും ഫുള്ള് കാട് നിറഞ്ഞ പോലെയാണ് തോന്നുന്നത്. അതിനിടയിൽ കൂടെയാണ് ഈ ചെറിയ പടികെട്ടുകളുള്ള ഈ വഴി. നമ്മളീ പോകുന്ന വഴി തന്നെ ഇടയ്ക്കിടയ്ക്കായിട്ട് കുറച്ച് വിശ്രമ കേന്ദ്രങ്ങളൊക്കെ ഉണ്ട്, നമുക്കത് കാണാനായിട്ട് പറ്റും. നമ്മളീ കയറി പോകുന്നതിന് അനുസരിച്ച് പടിക്കെട്ടുകളുടെ എണ്ണം കൂടുന്നുണ്ടെന്നാണ് തോന്നുന്നത്. താഴെ നിന്ന് അറിയാൻ കഴിഞ്ഞത് ഏകദേശം 400 പടികളുണ്ടെന്നാണ്. പക്ഷേ ഇതിപ്പോൾ അതിന് കഴിഞ്ഞുണ്ടെന്നാണ് തോന്നുന്നത്. ഇവിടെ വളരെ കുത്തനെയായിട്ടാണ് പടിക്കെട്ടുകൾ തീർത്തിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് നമുക്ക് കയറിപ്പോകാൻ അത്രത്തോളം ബുദ്ധിമുട്ടുണ്ട്. കുറച്ച് ആശ്വാസമായിട്ടുള്ളൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എനിക്ക് തോന്നുന്നു ഏകദേശം നമ്മൾ എത്താറായിട്ടുണ്ടെന്ന് തോന്നുന്നു. അവിടെ ചെറിയൊരു ബോർഡ് അതൊക്കെ പോലെ കാണാം. എന്തായാലും നമുക്ക് അങ്ങോട്ടേക്ക് പോയി നോക്കാം. കയറി വരുന്ന വഴിക്ക് തന്നെ നമുക്കിവിടെ ഒരു ചെറിയൊരു ബിൽഡിംഗ് ഒക്കെ കാണാം. ഇത് ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നു. ഇപ്പോഴും നിർമ്മാണ പ്രവർത്തനങ്ങളിലാണിത്. അപ്പോൾ ഇതാ നമ്മുടെ ഒരു വ്യൂ പോയിന്റിലോട്ട് നമ്മളിതാ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമുക്കിവിടെ ഒരു ക്ഷേത്രമൊക്കെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ടോപ്പിലെത്തിയിട്ടുണ്ട്. ഇവിടെ ക്ഷേത്രങ്ങളും അതുപോലെ തന്നെ നമുക്കൊരു നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്, അതുകൂടെ നമുക്ക് കാണാം. ഇതാണ് ഞാൻ പറഞ്ഞ ആ വ്യൂ പോയിൻ്റ്. ഇത്രയും കയറ്റം കയറി നമ്മൾ ഈ ടോപ്പിലെത്തുമ്പോൾ നമുക്ക് ഇവിടെ നല്ല കാറ്റാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ആശ്വാസമൊക്കെ ലഭിക്കും. നല്ലൊരു പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇവിടെ. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് ഏകദേശം കണ്ണെത്താ ദൂരത്തോളം നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഈ പച്ചപ്പിനിടയിലുള്ള ഈ പല വർണ്ണങ്ങളിലുള്ള വീടുകളും പള്ളികളും ക്ഷേത്രങ്ങളും അതുപോലെ ചെറിയ നെയ്യാറിൻ്റെ ചെറിയൊരു പോർഷനൊക്കെ നമുക്കിവിടെ നിന്നാലായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇവിടെ വന്നിരുന്നപ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ് മനസ്സിനൊക്കെ. നമ്മുടെ ഈ നാട്ടിലൊക്കെ തന്നെ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാൻ തന്നെ വലിയൊരു അഭിമാനമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇവിടെ കുറച്ച് നേരം കൂടെ നമുക്ക് വിശ്രമിക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ഇനി നമ്മുടെ ശ്രീനാരായണ ഗുരു തപസ്സനുഷ്ഠിച്ച ഗുഹ കാണാനായിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഇവിടെ വരുമ്പോൾ നമുക്കൊരു ചെറിയൊരു പീഠം കാണാനായിട്ട് പറ്റും. ഈ പീഠത്തിൽ വെച്ചാണ് ഗുരു ബാലസുബ്രഹ്മണ്യ സ്വാമിയുമായിട്ട് സംവദിച്ചത്. ഗുരു തപസ്സനുഷ്ഠിച്ച ഗുഹയിലോട്ടാണ് നമ്മളിനി പോകുന്നത്. നമുക്ക് ഈ വഴിയാണ് പോകേണ്ടത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. ഇവിടെയും കുറച്ച് പടികളൊക്കെയാണ് കേട്ടോ. ഈ പടികളൊക്കെ ഇറങ്ങി താഴോട്ടേക്ക് പോകണം ആ ഗുഹ കാണാനായിട്ട്.
ഇതും ഈ ഗുഹയിലോട്ടുള്ള യാത്രയും വളരെ മനോഹരമാണ് കേട്ടോ. ചുറ്റും ചെടികളും അതുപോലെ തന്നെ പാറയും എല്ലാം നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. നമ്മുടെ ഗുരുദേവൻ തപസ്സനുഷ്ഠിച്ച പുണ്യസ്ഥലത്തേക്ക് നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ഇതാണ് ഗുരുദേവൻ തപസ്സനുഷ്ഠിച്ച ആ ഗുഹ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇവിടുത്തെ പറ്റി പറയുകയാണെങ്കിൽ വളരെ ഒരു സമാധാനമുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ നാട്ടിലൊക്കെ തന്നെ ഇത്രയും നല്ല സ്ഥലങ്ങളുണ്ടെന്ന് ഇപ്പോഴൊക്കെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അപ്പോൾ മാക്സിമം എല്ലാവരുമൊക്കെ വന്ന് ഇവിടെയൊക്കെ സന്ദർശിക്കാനായിട്ട് ശ്രമിക്കുക. വളരെ നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ പുതിയൊരു സ്ഥലവും പുതിയൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ